പശ്ചിമബംഗാളിലെ സിലിഗുരിയിൽ ബി.ജെ.പി. പ്രവർത്തകർക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് 12 മണിക്കൂർ ബന്ദ് തുടരുകയാണ്. ജയ് ശ്രീറാം വിളിച്ചതിനാണ് ടി.എം.സി പ്രവർത്തകർ ബി.ജെ.പി. പ്രവർത്തകരെ ആക്രമിച്ചത്. ആക്രമണത്തിൽ 15ഓളം ബി.ജെ.പി. പ്രവർത്തകർക്ക് പരിക്കേറ്റു. ഐസൻ ജോസ് ചേരുന്നുണ്ട്. ഐസൻ, പശ്ചിമബംഗാളിൽ മമതാ സർക്കാരിന്റെ തേർവാഴ്ച തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതിൽ സാധാരണ ജനങ്ങൾ വരെ ആക്രമിക്കപ്പെടുന്ന സംഭവങ്ങളുണ്ടായി. ഇപ്പോൾ ബി.ജെ.പി. പ്രവർത്തകർക്ക് നേരെയായിരുന്നു സിലിഗുരിയിൽ ആക്രമണമുണ്ടായത്. കസബയിൽ വനിതാ ബി.ജെ.പി. പ്രവർത്തകരെ വരെ ആക്രമിക്കുന്ന ഒരു രീതിയിലേക്ക് ടി.എം.സി പ്രവർത്തകർ എത്തി നിൽക്കുന്നു. ഏതാണ് അവിടുത്തെ ഒരു സാഹചര്യം? ഈ ബന്ദ് എങ്ങനെ പുരോഗമിക്കുന്നു? തീർച്ചയായും പശ്ചിമബംഗാളിൽ അക്രമ സംഭവങ്ങൾ ടി.എം.സിയുടെ നേതൃത്വത്തിൽ അരങ്ങേറുന്നത് സ്വാഭാവികമാണ്. ബി.ജെ.പി. പ്രവർത്തകർക്കെതിരെയും മറ്റു പാർട്ടികൾക്കെതിരെയും തുടർച്ചയായ ആക്രമണങ്ങൾ ടി.എം.സി പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് സർവ്വസാധാരണമായിരിക്കുകയാണ്. നേരത്തെ രജനി സൂചിപ്പിച്ചതുപോലെ ആ സംഭവങ്ങൾ പുരോഗമിക്കുന്നതിനിടയിലാണ് ഈ അടുത്ത ദിവസമായ ഇക്കഴിഞ്ഞ ദിവസം ജയ് ശ്രീറാം വിളിച്ചതിന്റെ പേരിൽ നിരവധി ബി.ജെ.പി. പ്രവർത്തകരെ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ ആക്രമിച്ചത്. 15ഓളം ബി.ജെ.പി. പ്രവർത്തകർക്ക് പരിക്കേറ്റു എന്നാണ് ലഭ്യമാകുന്ന വിവരം. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് കർശനമായ നടപടികളുടെ പ്രതിഷേധത്തിന്റെ ഭാഗമായി ബി.ജെ.പി. ഇന്ന് പശ്ചിമബംഗാളിലെ സിലിഗുരി ജില്ലയിലെ മതികേരയിൽ 12 മണിക്കൂർ ബന്ദ് ആചരിക്കുന്നത്. ബന്ദ് തുടങ്ങിയപ്പോൾ തന്നെ ശക്തമായ ഒരു പ്രതികരണം ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രദേശത്ത് സ്വസ്ഥമായി ജീവിക്കാൻ തങ്ങളെ അനുവദിക്കണം എന്നൊരു ആവശ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായ പ്രതിഷേധം നാട്ടുകാർ ഏറ്റെടുത്തിരിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 12 മണിക്കൂർ ബന്ദ് തുടരുമെന്നും ബി.ജെ.പി. നേതൃത്വം അറിയിക്കുന്നുണ്ട്. എന്ന് തന്നെയായാലും പശ്ചിമബംഗാളിൽ നടക്കുന്ന നേരത്തെ രജനി സൂചിപ്പിച്ചതുപോലെയുള്ള ആക്രമണങ്ങൾ മാത്രമല്ല, നിരവധിയായ തുടർച്ചയായ അതിക്രമങ്ങളും നടക്കുന്നുവെന്നും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ നടക്കുന്നുവെന്നും കാലങ്ങളായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. സന്ദേശ് കാരി ഉൾപ്പെടെ ഈ വിഷയങ്ങളുടെ ഒപ്പം പരാമർശിക്കേണ്ടതുണ്ട് എന്നും ബി.ജെ.പി. പ്രവർത്തകർ പറയുന്നു. എന്ന് തന്നെയായാലും പ്രദേശത്തെ ശക്തമായ പ്രതിഷേധം ബി.ജെ.പി. പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ജയ് ശ്രീറാം വിളിച്ചതിന്റെ പേരിൽ തങ്ങളെ ആക്രമിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്ന നിലപാടിൽ ഉറച്ചു തന്നെയാണ് ബി.ജെ.പി. പ്രവർത്തകർ. രജനി, ഐസൻ, നമ്മളോടൊരു കാര്യം പറയേണ്ടതുണ്ട്. കാരണം ഈ വിഷയത്തിലൊക്കെ തന്നെ പോലീസിന്റെ ഒരു നിലപാട്, അവർ അവിടെ മമതാ സർക്കാരിനൊപ്പം നിൽക്കുകയാണ്, അല്ലെങ്കിൽ ടി.എം.സി പ്രവർത്തകർക്കൊപ്പം നിൽക്കുന്ന ഒരു നിലപാടാണ് എടുക്കുന്നത്. അല്ലെങ്കിൽ ഈ ആക്രമണകാരികളെ പിടിച്ച് അകത്തിടാൻ അത്തരത്തിലുള്ള യാതൊരു നടപടികളും അവിടെ സ്വീകരിക്കുന്നില്ല. ഒപ്പം നമ്മൾ സന്ദേശ് കാലിയുടെ കാര്യം പറഞ്ഞു, അത് കോടതി വരെ എത്തിയതാണ്. ഇതിനിടയിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള അക്രമങ്ങൾ അവിടെ പുരോഗമിക്കുകയും ചെയ്യുന്നത്. കഴിഞ്ഞ ശ്രീരാമനവമി ദിനത്തിലും ഇതേ രീതിയിലുള്ള അക്രമങ്ങൾ അവിടെ അരങ്ങേറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ബി.ജെ.പി. പ്രവർത്തകരെ ആക്രമിച്ചതും ജയ് ശ്രീറാം വിളിച്ചതിന്റെ പേരിലാണ്. തീർച്ചയായും അത്തരത്തിൽ ജയ് ശ്രീറാം വിളിച്ചതിന്റെയും അതുപോലെ തന്നെ അത്തരത്തിലുള്ള മുദ്രാവാക്യം വിളിച്ചതിന്റെ പേരിലാണ് അതിക്രമം നടക്കുന്നത് എന്നതാണ് ഏറെ ഗൗരവമർഹിക്കുന്നത്. കാരണം ഇത്തരത്തിൽ മറ്റൊരു പ്രധാന പ്രശ്നം, ഇത്തരത്തിൽ നടപടികൾ ഉണ്ടാകുമ്പോൾ, ഇത്തരത്തിലുള്ള നീക്കങ്ങളും അതിക്രമങ്ങളും ഉണ്ടാകുമ്പോൾ പോലീസിന്റെ അനാസ്ഥ അതീവ ഗൗരവതരമായൊരു വിഷയം തന്നെയാണ്. നമുക്കറിയാവുന്നതാണ്, നേരത്തെ ഉണ്ടായ പല അതിക്രമങ്ങളിലും പോലീസിന്റെ അനാസ്ഥ കോടതി വരെ ഇടപെടുന്ന അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. ഇത് തന്നെയായാലും കർശനമായ നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയോ അല്ലെങ്കിൽ അക്രമികളെ പിടികൂടി അവർക്കെതിരെ കൃത്യമായ നിയമ നടപടികൾ ആരംഭിക്കുന്നതിനോ പോലീസ് യാതൊരു താല്പര്യവും എടുക്കുന്നില്ല എന്നൊരു യാഥാർത്ഥ്യം തന്നെയാണ്. തീർച്ചയായും അത് പശ്ചിമബംഗാൾ സർക്കാരിന്റെ സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ബി.ജെ.പി. പ്രവർത്തകർക്കെതിരെ ടി.എം.സി പ്രവർത്തകർ നടത്തുന്ന അതിക്രമങ്ങളൊന്നും തന്നെ കേസെടുക്കുകയോ നടപടികളിലേക്ക് നീങ്ങുകയോ ചെയ്യാത്തത് എന്ന കാര്യത്തിലും തർക്കമില്ല. എന്ത് തന്നെയായാലും കർശനമായ നടപടികൾ ഇക്കാര്യത്തിൽ വേണമെന്ന ആവശ്യവും കാര്യമായി വരുന്നു. അതിനിടെയാണ് ഇക്കഴിഞ്ഞ ദിവസം സിലിഗുരിയിലെ മതികേരയിൽ ഇത്തരത്തിലുള്ള അതിക്രമം ബി.ജെ.പി. പ്രവർത്തകർക്ക് നേരെ ഉണ്ടായത്. നേരത്തെ രജനി സൂചിപ്പിച്ചതുപോലെ ഈ ജയ് ശ്രീറാം വിളി മുഴക്കിയതിന്റെ പേരിൽ മാത്രമാണ് ഈ ആക്രമണം നടന്നത് എന്ന് ഇങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും വലിയൊരു പ്രതിഷേധത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് 12 മണിക്കൂർ ബന്ദ് ആചരിക്കുന്നതിനെ ബി.ജെ.പി. പ്രവർത്തകർ നിർബന്ധിതരായതും ബന്ദ് പുരോഗമിക്കുകയും ചെയ്യുന്നത്. കടകമ്പോളങ്ങളെല്ലാം അടഞ്ഞു കിടക്കുന്നു, സ്വാഭാവികമായ യാത്രാ സംവിധാനങ്ങളൊക്കെ മുടങ്ങിക്കിടക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ജനങ്ങളും ബന്ദിനോട് അനുകൂലമായി പ്രതികരിക്കുന്നു പ്രദേശത്ത് എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. രജനി, ശരി ഐസൻ.